4 വയസ്സിൽ അമ്മ മാറിൽ പുരട്ടിയ ചെന്നിനായകത്തെക്കുറിച്ച് 40-ാം വയസ്സിലും പദം പറയുന്നവരുണ്ടെന്ന് ഫാദർ ബോബി ജോസ്. ആ പുലർവെട്ട കുറിപ്പ് വായിച്ചപ്പോൾ മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ച് ഓർത്തുപോയി. ഇടശ്ശേരിയുടെ ബെംബിസാരന്റെ ഇടയൻ. യാഗശാലയിലേക്ക് ബലിമൃഗങ്ങളായ ആടുകളെ തെളിച്ചുകൊണ്ട് പോവുകയാണ് അയാൾ. മുടന്തനായ ഒരു കുട്ടിയും ഓടിക്കളിക്കുന്ന കുസൃതി കുരുന്നായ മറ്റൊരു കുട്ടിയുമുള്ള ഒരു തള്ളയാടിനെ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പിന്നിൽ മുടന്തുന്ന ആട്ടിൻകുട്ടിയുടെയും മുന്നിൽ തുള്ളിക്കളിച്ചോടുന്ന ആട്ടിൻകുട്ടിയുടെയും പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടിത്തളരുന്നു തള്ളയാട്. അയാളുടെ മനസ്സിൽ അപ്പോൾ ഉയരുന്ന ചിന്ത ഇങ്ങനെ കുറിക്കുന്നു ഇടശ്ശേരി: എനിക്കുമുണ്ടായി പണ്ടൊരു മാത്, എന്നെ നൃപനു കൊടുത്തപ്പോൾ കിട്ടിയ വിൽക്കാശ് അപ്പടി എന്നുടെ കോന്തലയ്ക്കൽ ഉടക്കിയവൾ. എത്ര തെളിവുറ്റതാണ് ഈ അമ്മ ചിത്രം എന്ന് നോക്കൂ. മകനെ കുഞ്ഞു പ്രായത്തിൽ രാജാവിന് വിറ്റ അമ്മ. പക്ഷേ വയറു നിറയെ ഭക്ഷണം കഴിച്ച് പട്ടിണിയില്ലാതെ ജീവിക്കുമല്ലോ തൻ്റെ കുട്ടി എന്ന് കരുതിയാണ് ആ ദരിദ്രയായ അമ്മ മകനെ വിൽക്കുന്നത്. അപ്പോൾ കിട്ടിയ കാശ് തനിക്ക് ഒരു നേരം ഊണ് കഴിക്കാൻ കയ്യിൽ വയ്ക്കാതെ മകന്റെ തുണിത്തുമ്പിൽ തന്നെ കെട്ടിയിടുകയാണ് ആ അമ്മ ചെയ്യുന്നത്. ആ അമ്മ മനസ്സ് കവി എത്ര മനോഹരമായി കാണിച്ചു തരുന്നു. എന്നിട്ടോ വലുതായപ്പോൾ ആ കുട്ടി അമ്മയ്ക്കൊരു സമ്മാനവുമായി ഗ്രാമത്തിലേക്കൊന്നു പോയി. അവൾക്കു കുളിരിനു കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽക്കെ ഒരട്ടി മണ്ണ് പുതച്ചു കിടപ്പു പീഡാ കടമേ മമ ജന്മം. അമ്മയ്ക്ക് തണുക്കാതിരിക്കാൻ കമ്പിളി കൊണ്ടു ചെന്നപ്പോൾ അമ്മയ്ക്ക് അതാവശ്യമില്ലാത്ത കാലമായി കഴിഞ്ഞു. അവൾക്ക് കുളിരില്ല. കാരണം അവൾ ഒരട്ടി മണ്ണ് പുതച്ചാണ് കിടക്കുന്നത് ഭൂമിക്കടിയിൽ. ഈ വരി എത്തുമ്പോഴേക്കും സഹൃദയരുടെ ഹൃദയം കനക്കും. അടുത്ത വരിയിൽ ഉള്ള് വിണ്ടുകീറുന്ന വേദനയാണ് ഉണ്ടാവുക. വീടാ കടമേ മമ ജന്മം. അമ്മ കുട്ടിയുടെ ഉടുമുണ്ടിന്റെ കോന്തലയ്ക്കൽ കെട്ടിയിട്ട ആ നാണ്യങ്ങളുടെ കടം പോലും വീട്ടാൻ കഴിയാത്ത മകനാണ് ആ ഇടയൻ. നമ്മളിൽ എത്ര പേരുണ്ട് അമ്മമാരുടെ കടം വീട്ടിയവർ എന്നൊന്ന് ചിന്തിച്ചു പോകും. ചിന്തിക്കണം. മഹാനായ ശങ്കരാചാര്യർ തൊട്ട് നമ്മെ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ് അമ്മമാരുടെ സഹനങ്ങളെ പറ്റി. അപ്പോഴാണ് 4 വയസ്സിൽ മുലകുടി മാറാത്തപ്പോൾ ചെന്നിനായകം പുരട്ടി അമ്മ സ്വതന്ത്രനാക്കിയവന്റെ പിറുപിറുക്കൽ. ഹാ കഷ്ടം മനുഷ്യരെ എന്ന് പറഞ്ഞു പോവില്ലേ?